375 വർഷം കാണാമറിയാതായിരുന്ന സ്ഥലം ലോകത്തിലെ 8ാമത്തെ ഭൂഖണ്ഡമാണോ? നമുക്ക് നോക്കാം. ഏകദേശം 375 വർഷത്തോളം കാണാമറിയാതായിരുന്ന ഭൂഖണ്ഡം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ. സീലാൻഡിയ എന്ന വൻകരയുടെ മാപ്പ് സീസ്മോളജിസ്റ്റും ഭൗമശാസ്ത്രജ്ഞരും അടങ്ങിയ സംഘം നിർമ്മിച്ചതായി FIS.org റിപ്പോർട്ട് ചെയ്തു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ച പാറയുടെ സാമ്പിളുകളാണ് ഈ വൻകരയെക്കുറിച്ച് ഗവേഷകർക്ക് സൂചന നൽകിയത്. 4.9 മില്യൺ ചതുരശ്ര കിലോമീറ്ററാണ് സീലാൻഡിയുടെ വലിപ്പം. മഡഗാസ്കറിന്റെ 4 മടങ്ങ് വലിപ്പം വരും ഇത്. 550 മില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് രൂപപ്പെട്ടതെന്ന് കരുതുന്നു. ദക്ഷിണാർദ്ധഗോളത്തിലെ എല്ലാ പ്രദേശങ്ങളുമായും ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നു. യഥാർത്ഥത്തിൽ 8 വൻകരകളുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇതിൽ ഏറ്റവും പുതിയ സീലാൻഡിയ ഭൂമിയിലെ ഏറ്റവും ചെറുതും ഏറ്റവും പ്രായം കുറഞ്ഞതുമായ വൻകരയാണെന്ന് ഗവേഷകർ പറയുന്നു. പുതിയ വൻകരയുടെ 94% വെള്ളത്തിനടിയിലാണ്. ശേഷിക്കുന്ന 6% ന്യൂസിലാൻഡിന് സമാനമായ ദ്വീപുകളാണ്. ഡച്ച് വ്യവസായിയും നാവികനുമായ ഏബൽ ഡാസ്മാനാണ് 1642 ഈ വൻകരയെ ആദ്യമായി കണ്ടെത്താൻ ശ്രമിച്ചത്. അദ്ദേഹം ഈ മേഖല കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. 2017 വരെ ഈ ഭൂഖണ്ഡം കാഴ്ചയിൽ നിന്ന് മറഞ്ഞിരിക്കുകയായിരുന്നു. അടിത്തറ, സെഡിമെന്ററി ബേസിനുകൾ, അഗ്നിപർവ്വത പാറകൾ എന്നിവയുള്ള ഭൂമിയിലെ ആദ്യത്തെ ഭൂഖണ്ഡമാണ് സീലാൻഡിയ എന്നാണ് വിശ്വസിക്കുന്നതെന്ന് ഗവേഷകർ വ്യക്തമാക്കി. 80 മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ പുറംപാളിയുടെ കനം കുറഞ്ഞെന്നും അതിനാൽ ഈ ഭൂഖണ്ഡം സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. ഭൂമിയുടെ പുറംപാളി വ്യത്യസ്തമായ ദിശകളിലേക്ക് വലിച്ചു നീട്ടപ്പെട്ടതാകും അതിന് കനം നഷ്ടപ്പെടാൻ കാരണമെന്നും അവർ വ്യക്തമാക്കുന്നു. ഒരു കാലത്ത് ഇവിടെ വൈവിധ്യമേറിയ സസ്യങ്ങളും മൃഗങ്ങളും ഉണ്ടായിരുന്നുവെന്നതിന് തെളിവുകളുണ്ടെന്നും ഗവേഷകർ പറയുന്നു. താരതമ്യേന ആഴം കുറഞ്ഞ വെള്ളത്തിൽ വസിച്ചിരുന്ന മൃഗങ്ങളുടെ പുറംതോടുകളും കരയിലെ സസ്യങ്ങളുടെ ഭാഗങ്ങളും സമുദ്രത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്നതായി അവർ പറയുന്നു. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ലഭിച്ച പാറകളുടെ സാമ്പിളുകൾ നൽകിയ സൂചനകൾ അനുസരിച്ചാണ് സീലാൻഡിയയുടെ ആകൃതിയും ഘടനയും ഗവേഷകർ ഊഹിച്ചെടുത്തത്. പുതുതായി കണ്ടെത്തിയ വൻകരയുടെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണെങ്കിലും വ്യക്തമായ ഏതെങ്കിലും വിവരങ്ങൾ കണ്ടെത്താൻ കുറച്ചധികം സമയമെടുക്കുമെന്നും സീലാൻഡ് ക്രൗൺ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് GNS സയൻസിലെ ഗവേഷകർ പറയുന്നു. ഇതുവരെ സീലാൻഡിയെക്കുറിച്ച് തങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അത് പലപ്പോഴും കയ്യിൽ നിന്ന് വഴുതിക്ക് മാറുകയാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർത്തു. സൂപ്പർ വൻകരയായ ഗോണ്ടവാനയിൽ നിന്ന് എപ്പോഴാണ് സീലാൻഡിയ ആദ്യമായി തെന്നിമാറിയതെന്ന് കണ്ടുപിടിക്കുവാനുള്ള ഗവേഷണത്തിലാണ് ശാസ്ത്രജ്ഞർ ഇപ്പോൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ.